ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ, ഇന്ന് ശ്രീയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാം കേട്ടോ. നമ്മളെവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? പറ. ഞങ്ങൾ അത്ഭുത ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. അത്ഭുത ബിരിയാണി കഴിക്കാൻ പോയത് വല്ലാത്തൊരു പോക്കായിപ്പോയി. കാരണം അവിടെ എത്തിയപ്പോൾ കട അടവ്. പേരോട് എന്നുള്ള സ്ഥലത്താണ് ഷോപ്പ് വരുന്നത്. പക്ഷേ സാറ്റർഡേ അവർ അവധിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചൊക്ലിക്ക് വിട്ടു. അങ്ങനെ അത്ഭുത ബിരിയാണി ഫ്ലോപ്പായി. ഞങ്ങളിത് കിച്ചൺസ് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇത് കണ്ടോ, ഒരു വീട് പോലുള്ള സെറ്റപ്പാണ്. വീട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് അത് റെസ്റ്റോറൻ്റ് ആക്കി എടുത്തതാണ്. ഞാനിതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. ഈ മീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെമ്പല്ലിയാണ്, അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പം തിരിച്ച് വരുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിലേക്ക് പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് നാദാപുരത്തുള്ള സ്റ്റുഡിയോ. അവിടെ ജിൻസിയും വാവച്ചിയും ഇമ്മൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ജിൻസിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഞാനും കൂടി. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ചൊരു കുഞ്ഞ് കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ അതിൻ്റെ കേക്കും കൂടെ മേടിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഇറങ്ങിയത്. പിന്നെ സ്റ്റുഡിയോയിൽ വരുന്നവർ, നാദാപുരം സ്റ്റുഡിയോയിൽ വരുന്നവർ ഇവിടെ കയറണം കേട്ടോ. ഷവർമ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. നമ്മൾ ചെമ്പല്ലിയൊക്കെ കഴിച്ച് ഫുള്ളായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഷവർമ കഴിച്ചു, ഞാനൊരു ഇളനീർ ജ്യൂസ് കുടിച്ചു. എന്നിട്ടിതേ ഹണി കേക്കിലേക്ക് വിട്ടു. അവിടുന്ന് കേക്കും വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ രാത്രി ഞങ്ങൾ പുറത്തിറങ്ങി. എവിടേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങാലോ, ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കക്കട്ട് കഴിഞ്ഞ് വട്ടോളി എത്തിയപ്പോൾ, നമ്മുടെ മറ്റേ സിനിമയിലുള്ള വട്ടോളിയല്ല, ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നല്ലൊരു കഫേ സെറ്റപ്പ്. അത് പുതിയ തുടങ്ങിയതെന്നോ എനിക്കറിയില്ല എപ്പോഴാണ് തുടങ്ങിയത്, കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇരിക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തത്, കാരണം വലിയ വിശപ്പൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അൽഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ 2-3 റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്തുന്ന പോലെയാണ്. കാരണം ഇപ്പോൾ ഇതേ മൂന്നാമത്തെയാണിത്. ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട്. ഇവളിങ്ങനെ ചെയ്യുമ്പോൾ ജാലിയാണ്. ഇത്രയും വലിയ വിചാരിച്ച് ഞാനും ചെറുതേ എന്താ പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ട്. അത് തരൂല. നോ 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 നോ. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയാലും അവസാനം വയനാട് ചുരത്തുമ്പോൾ തന്നെ എത്തും. കാരണം ഇവിടെ നിന്ന് അധികം ദൂരമില്ല, അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഒരു തണുപ്പൊക്കെ ഉണ്ട്, വൈബടിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നേ. പക്ഷേ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ ബിച്ചു, ഞങ്ങളുടെ കസിനും കൂടെ ജോയിൻ ചെയ്തു. അവൻ ബൈക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുരം കയറി ബൈക്ക് അവിടെ വെച്ചിട്ട് അവനും കാറിൽ തന്നെയാണ് വന്നത് പിന്നെ ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഇതേ മാനന്തവാടി എത്തി. മാനന്തവാടി തട്ടുകടയുണ്ട്, രാത്രി 1 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ പോയാൽ സാധാരണ നെയ്പത്തിരിയും ചിക്കൻ ഫ്രൈ ആണ് കഴിക്കുക. അപ്പോൾ പതിവ് തെറ്റിക്കാതെ അത് തന്നെ ഓർഡർ ചെയ്തു. എപ്പോൾ നാട്ടിൽ വന്നാലും ഒരു പ്രാവശ്യമെങ്കിലും ചെറുത്തുമ്മൽ വരും കേട്ടോ ഞങ്ങൾ. അതൊരു പതിവാണ്. ഞങ്ങൾ നല്ല ഒരുവിധം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇവിടെ നല്ല മൂടൽ മഞ്ഞുണ്ട്. വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല, വീഡിയോയിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല മൂടലുണ്ടായിരുന്നു. രണ്ടുപേര് ബാക്കിലുണ്ട് കേട്ടോ. ഇങ്ങോട്ടും രണ്ടല്ല 3 ഉണ്ട്. ഒരു മിനി
അപ്പോൾ ഇന്നത്തെ ഫുൾ അൺപ്ലാൻഡ് ആയിരുന്നു, പക്ഷേ എല്ലാം നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അന്നും ഇല്ല, ശ്രീയുടെ അമ്മയില്ല, അവർ രണ്ടുപേരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവർ വീഡിയോയിൽ ഇല്ലാത്തത് കേട്ടോ.